സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ നിങ്ങൾ എങ്ങനെ ശ്രദ്ധിക്കണം? അവർ وَقَضَىٰ رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا إِمَّا يَبْلُغَنَّ عِندَكَ الْكِبَرَ أَحَدُهُمَا أَوْ كِلَاهُمَا فَلَا تَقُل لَّهُمَا أُفٍّ وَلَا تَنْهَرْهُمَا وَقُل لَّهُمَا قَوْلًا كَرِيمًا. അതെന്ന് പറയുന്നത് സൂറത്തുൽ ഇസ്രായിലെ 23-ാമത്തെ വചനമാണ്. അതായത് തന്നെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, അതായത് ദൈവത്തെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം എന്ന് നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുകയാണ്. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്ന് മക്കളോട് പറയുകയാണ്. അവരിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും തന്നെയോ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ, അതായത് വയസ്സാവുകയാണെങ്കിൽ, അവരോട് നീ ഛേ എന്നൊരു വാക്ക് പറയാൻ പാടില്ല. അവരോട് കയർക്കരുത്, അവരോട് നീ മാന്യമായ വാക്ക് പറയണം. അപ്പോൾ ദൈവം തമ്പുരാൻ പറയണം, നിങ്ങളെ മാതാപിതാക്കൾ വയസ്സായി അവർ കഴിവ് കെട്ടവരാവും. നിങ്ങളെ ഒരു കാലത്ത് വാത്സല്യപൂർവ്വം സ്നേഹിച്ച് വളർത്തി നിങ്ങളുടെ കൈയും കാലും മുഖവും കണ്ണും മൂക്കും എല്ലാം വളരുന്നത് കണ്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവരുടെ ജീവിതം തന്നെ അർപ്പിച്ച ആ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തിയാൽ നിങ്ങൾ അവരോട് ഛേ എന്നൊരു വാക്ക് പറയരുത്, നിങ്ങൾ അവരോട് കയർത്ത് സംസാരിക്കരുത് എന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ പറയുന്നുണ്ട് ഖുർആനിൽ ഒരു വിശകല നേരത്തെ ചോദിച്ച് ഖുർആനിൽ എന്താണുള്ളത്, ഖുർആനിൽ മനുഷ്യന് ഉപയോഗമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അതൊരു തള്ളയാണ്, ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയും ഇനി മക്കളുണ്ടാകുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ഓരോരുത്തർക്ക് മക്കളുണ്ടാകുന്ന പോയി അന്വേഷിക്കുന്ന ചുമതലയല്ലല്ലോ നമുക്ക്. 10 മാസം അല്ലെങ്കിൽ 9 മാസം 9 ദിവസം 9 മണിക്കൂർ ഇങ്ങനെ വയറ്റിൽ കൊണ്ട് നടന്ന് ഏതെല്ലാം രീതിയിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രസവിച്ച് ആ കുട്ടിയെ എടുത്ത് പാല് കൊടുത്ത് വളർത്തിയ ഏതെല്ലാം രീതിയിൽ കഷ്ടപ്പെടുന്നു, തൂറിയാലും പെടുത്താലും എന്തെല്ലാം ഇത് കാണിച്ചാലും ആ കുട്ടികളോട് മാതാപിതാക്കൾക്ക് യാതൊരു ദേഷ്യവും തോന്നില്ല. അതേസമയം ഒരു മാതാവോ പിതാവോ വയസ്സായി അറിയാതെ ഒന്ന് മൂത്രമൊഴിക്കുകയോ അറിയാതെ ഒന്ന് കക്കൂസി പോവുകയോ ചെയ്തു പോയാൽ അവരെ വീട്ടിനകത്ത് ചെയ്തു, അയ്യോ ഈ വയസ്സൻ എന്താണ് കാണിച്ചത്, നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ മൂത്രമൊഴിച്ചത്, നിങ്ങൾ എന്തിനാണ് കക്കൂസ് ഇവിടെ ആവശ്യം പോലെ അല്ലേ നിങ്ങൾക്ക് പൊയ്ക്കൂടായിരുന്നു. അപ്പോൾ ഈ മാതാപിതാക്കൾ ആ കുട്ടിയെ എങ്ങനെയാണ് വളർത്തിയത് എന്ന് ആ കുട്ടികളെ ചിന്തിക്കില്ല. കാരണം അവർക്ക് ചിന്തിക്കാൻ സമയമുണ്ട്, അവർക്കും കുട്ടികൾ ഉണ്ടാവുകയാണ്. ആ കുട്ടികളെ എങ്ങനെയാണ് അവർ പരിരക്ഷിക്കുന്നത്, അവർക്ക് വേണ്ടി എത്ര ലക്ഷം വേണമെങ്കിലും സ്വന്തം മക്കൾ